കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുകയാണ്. പല കോർപ്പറേഷനിലും നഗരസഭയിലും കോൺഗ്രസ് മികച്ച വിജയത്തോടെ ഭരണം തിരികെ പിടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിജയങ്ങൾക്കൊപ്പം കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദൗർബല്യങ്ങളും കെട്ടുറപ്പില്ലായ്മയും മറനീക്കി പുറത്തു വരികയും ചെയ്തു. അതിലേറ്റവും പുതിയത് പണം വാങ്ങിക്കൊണ്ട് തൃശ്ശൂരിലെ മേയർ സ്ഥാനം കോൺഗ്രസ് വിറ്റു എന്നുള്ളതാണ്. അത് പറഞ്ഞത് രാഷ്ട്രീയ എതിരാളികളാരുമല്ല, അത് പറയുന്നത് കോൺഗ്രസിന്റെ കൗൺസിലറായ ലാലി ജെയിംസ് തന്നെയാണ്. അതേപോലെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ മേയറെ തിരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ സഭകളാണ്. കോട്ടയത്തെ പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം ഫാമിലിയാണ് കോൺഗ്രസിനെ വരച്ച വരയിൽ നിർത്തിയത്. തൃശ്ശൂരിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച കൗൺസിലർ ലാലി ജെയിംസിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒഴിവാക്കിയതിന് എതിരെയായിരുന്നു ലാലിയുടെ വിമർശനം. DCC പ്രസിഡന്റ് പണം വാങ്ങിയാണ് മേയർ സ്ഥാനം നൽകിയത് എന്നായിരുന്നു ലാലി പറഞ്ഞത്. മുതിർന്ന നേതാവായ KC വേണുഗോപാൽ ഈ കാര്യത്തിൽ ഇടപെട്ടുവെന്നും ലാലി ആരോപിച്ചിരുന്നു. തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCC ആണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായി കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ലാലി ജെയിംസ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ചിലർ പണപ്പെട്ടിയുമായി നേതാക്കളെ പോയി കണ്ടെന്നും പണം ഇല്ലാത്തത് കൊണ്ടാണ് തന്നെ തഴഞ്ഞതെന്നും ലാലി പറഞ്ഞു. അതേസമയം ലാലി ഉയർത്തിയ ആരോപണങ്ങളും വിമർശനങ്ങളും കോൺഗ്രസ് നേതൃത്വവും നിജി ജസ്റ്റിനും പാടെ തള്ളിക്കളഞ്ഞു. ലാലിക്കുള്ള മറുപടി നേതൃത്വം നൽകുമെന്നും അവർ പറഞ്ഞു. വിവാദങ്ങളെല്ലാം നേരിട്ട് തന്നെയാണ് താനും വന്നത്. 28 വർഷമായി പാർട്ടി പ്രവർത്തകയാണ്. സ്ഥാനമാനങ്ങളൊക്കെ വരും പോകും. ലാലിയോട് ഒന്നും പറയാനില്ല, പറയേണ്ടത് പാർട്ടി തന്നെ പറയുമെന്നാണ് നിജി പറഞ്ഞത്. ഇന്നലെ ലാലി പറഞ്ഞത് എന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ വരുന്നവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ടെന്നാണ്. ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പല്ലന്റെ കാര്യങ്ങളടക്കം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തും. രാജൻ പല്ലൻ സ്വന്തം ഉയർച്ചക്കാണ് നിൽക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയല്ല. അദ്ദേഹത്തെ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ എന്നെ ബലിയാടാക്കുകയും എന്നെ മാറ്റി നിർത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി വന്നാൽ പാർട്ടിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ എൻ്റെ കയ്യിലുണ്ട്. ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും തൃശ്ശൂരിലെ മേയറെ നിശ്ചയിച്ചു കൊടുക്കുകയാണെങ്കിൽ താഴെത്തട്ടിൽ പണിയെടുത്തവരുടെ ചെകിട്ടത്ത് അടിക്കുന്നതിന് തുല്യമാണ്. മേയർ സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് കോൺഗ്രസിനുള്ള വോട്ടാണ്. കേവലം 4-5 പേരടങ്ങിയതല്ല പാർട്ടി. എനിക്ക് പാർട്ടിയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു എന്നും ലാലി പറഞ്ഞിരുന്നു. മേയറാക്കാൻ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പണം ചോദിച്ചെന്നാണ് ലാലി പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടിയാണ് DCC പ്രസിഡന്റ് പണം ചോദിച്ചത്, വ്യക്തിപരമായിട്ടല്ല. എന്നാൽ തന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞതോടെ അവർ നിജി ജസ്റ്റിന്റെ പിന്നാലെ പോയെന്നാണ് ലാലി പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച നേതൃത്വം രാത്രിയോടെ ലാലിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ സസ്പെൻഷന് ശേഷം ലാലി ജെയിംസ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാറിയിട്ടുണ്ട്. മേയർ പദവിക്ക് പണം കൊടുത്തതായി തനിക്കുള്ളത് കേട്ടറിവ് മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. പണപ്പെട്ടി താൻ കണ്ടിട്ടില്ലെന്നും ലാലി പറയുന്നു. കോൺഗ്രസിലേക്ക് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്നും മരണം വരെ കോൺഗ്രസുകാരിയായി തുടരുമെന്നും കൂടി ലാലി ഇന്ന് പറയുന്നുണ്ട്.